ശ്യാമാംബരം ഇന്നത്തെ എപ്പിസോഡിൽ അരുന്ധതി ശ്യാമയെ ഫോൺ ചെയ്ത് ആനന്ദവർമ്മയുടെ വീട്ടിലാണ് നാളത്തെ പ്രോഗ്രാം, അതുകൊണ്ട് നീ ഇന്ന് രാത്രി തന്നെ എത്തണം, ഡ്രൈവറെ അയക്കുന്നുണ്ട്, രാത്രി കാറിൽ തന്നെ ഇരുന്നാൽ മതി, പിന്നെ പാട്ട് പ്രാക്ടീസ് ചെയ്യണം, അതുകൊണ്ട് ഇന്ന് വന്നേ തീരുമെന്ന് ഫോൺ ചെയ്ത് അറിയിക്കുകയാണ് ശ്യാമയെ അരുന്ധതി. അതേസമയം പോകാൻ പറ്റില്ല എന്ന് ദേവകി പറയുന്നുണ്ട്. പക്ഷേ അരുന്ധതിയുടെ നിർബന്ധപ്രകാരം പോകാമെന്ന് സമ്മതിക്കുകയാണ് ശ്യാമ. തുടർന്ന് ഭക്ഷണത്തിൻ്റെ മുമ്പിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ ദേവകി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് കഴിച്ചോളാം, അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ശ്യാമ അവിടെ നിന്നും പുറപ്പെടുകയാണ്. ആരെയും കൂട്ടിന് കൊണ്ടുവരണ്ട എന്നും അരുന്ധതി ശ്യാമയോട് പറയുന്നുണ്ട്. ഈ സമയത്താണ് അഖിലിൻ്റെ വീടിൻ്റെ ഗസ്റ്റ് ഹൗസിൻ്റെ മുകളിൽ കൈമൾ ബിയർ കുപ്പിയുമൊക്കെ ആയിട്ട് അഖിലിനോടൊപ്പം വരുന്നത്. അന്നേരം നീ ഇതിവിടെ ഇരുന്ന് കുടിക്കാനായിട്ട് കുടിക്കുന്നത് അമ്മയോ ഏട്ടത്തിയമ്മയോ ആരെങ്കിലുമൊക്കെ അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് കൈമളിനോട് അഖിൽ പറയുന്നുണ്ട്. ഇവിടെ ആകുമ്പോൾ ആരുമില്ലല്ലോ, റൂമിലിരുന്നാൽ അവരൊക്കെ മണം പിടിച്ച് വരുമെന്ന് കൈമൾ പറയുന്നുണ്ട്. അതേസമയം ഇവിടെ ഗസ്റ്റ് ഹൗസിൽ അരുന്ധതിയും വിസ്മയും ഒക്കെ ഉണ്ടെന്ന് അഖിൽ പറയുന്നുണ്ട്. എങ്കിൽ അവരോട് ടച്ചിങ്സ് വാങ്ങാമെന്ന് പറയുകയാണ് കൈമളല്ല കേട്ടോ, മൈക്കിൾ. ബിയറൊക്കെ കുടിക്കുന്ന മൈക്കിൾ കൂടെ പറയുന്നുണ്ട്, നമുക്കിവിടത്തേക്ക് അരുന്ധതി ദേവിയെയും പിന്നെ വിസ്മയും ഒക്കെ വിളിച്ച് ഒരു മ്യൂസിക് പ്രോഗ്രാമൊക്കെ വെക്കുമെന്ന്, മിണ്ടാതെ അവിടെ ഇരുന്ന് കുടിക്കടാന്നൊക്കെ അഖിൽ മൈക്കിളിനോട് പറയുന്നുണ്ട്. ഈ സമയത്ത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അരുന്ധതിയും വിസ്മയും. തുടർന്ന് ഡ്രൈവർ ശ്യാമയും കൊണ്ടുവന്ന് താഴെ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട് അരുന്ധതിയെ. അതേസമയം ഗസ്റ്റ് ഹൗസിൻ്റെ പുറകിലൂടെയുള്ള വഴി അരുന്ധതി ഡ്രൈവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മുഖം മറച്ചിട്ട് വേണം അവിടേക്ക് വരാനെന്നുകൂടി അരുന്ധതി ഡ്രൈവറോട് പറയുകയാണ്. ഇതേസമയം ബിയറൊക്കെ അടിച്ച് ആകെ ഫിറ്റായ മൈക്കിൾ ഒന്നിനും പോകണമെന്ന് പറയുകയാണ്. അന്നേരം വാഷ്റൂമിൽ പോകാമെന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ ഗസ്റ്റ് ഹൗസിൻ്റെ പിറകിലേക്ക് പൊയ്ക്കോളാമെന്ന് പറഞ്ഞ് അവിടേക്ക് പോവുകയാണ്. അന്നേരം പാട്ടൊക്കെ പാടി അവിടെ നിൽക്കുന്ന മൈക്കിൾ അവിടേക്ക് വരുന്ന അരുന്ധതിയെയും ശ്യാമയും കാണുന്നുണ്ട്. ദൂരെ നിന്ന് ആരാന്നാ ചോദിച്ചതോ വാ തുറന്ന് പറഞ്ഞൂടെ എന്നൊക്കെ പേടിയോടെയാണ് മൈക്കിൾ ചോദിക്കുന്നത്. ഇതേസമയം തൻ്റെ മുഖത്തേക്ക് ടോർച്ചടിച്ച് അങ്ങ് അട്ടഹസിച്ച് ചിരിക്കുകയാണ് അരുന്ധതിയെ കണ്ട് ആകെ പേടിച്ച് അയ്യോ യക്ഷി എന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ് മൈക്കിൾ. ഇത് കണ്ട് അരുന്ധതി മണ്ടൻ, നമ്മൾ യക്ഷികളാണെന്ന് കരുതി പേടിച്ചോടിയെന്നും പറഞ്ഞ് ശ്യാമയും കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട്. ഇതേസമയം ശ്യാമയും കൂട്ടി മുറിയിലെത്തുന്ന അരുന്ധതി വിസ്മയോട് പറയുന്നുണ്ട്, ആ മൈക്കിൾ ഒരു മണ്ടനും പേടിത്തൊണ്ടനും ആയതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം രക്ഷപ്പെട്ടു എന്ന്. പക്ഷെ അന്നേരം വിസ്മയ പറയുന്നുണ്ട്, ഇക്കാലത്ത് യക്ഷിന്നെന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല, അവൻ പോയി ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരും, ചിലപ്പോൾ പുറത്ത് ആരെയും കാണാതെ വരുമ്പോൾ അകത്തും പരിശോധിക്കും എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് വീണ്ടും ടെൻഷനാകുന്ന അരുന്ധതി വിസ്മയെ വഴക്ക് പറയുന്നുണ്ട്. നീ ഒരു തരത്തിലും എന്നെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലേ? ഒരു തരത്തിലാണ് ഇവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, ഇനി എന്നെ ടെൻഷൻ അടുപ്പിക്കല്ലേ, ആരും ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം ആശ്വസിക്കുകയാണ് അരുന്ധതി. ഈ സമയത്ത് വാതിൽക്കൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ട് ആരെങ്കിലും അന്വേഷിച്ച് വന്നതാകുമെന്ന് പേടിച്ച് ആകെ ടെൻഷൻ അടിക്കുന്ന അരുന്ധതി വിസ്മയോട് ശ്യാമയെ ബാത്റൂമിലേക്ക് ഒളിപ്പിക്കാൻ പറയുകയാണ്. തുടർന്ന് ശ്യാമയെ ബാത്റൂമിൽ ഒളിപ്പിച്ച ശേഷം വാതിൽ തുറക്കുകയാണ്. അന്നേരം ലക്ഷ്മി അപ്പച്ചി ഇവർക്ക് രണ്ടുപേർക്കുമുള്ള ആഹാരവുമായിട്ട് വന്നതാണ്. അന്നേരം ഡോറ് തുറക്കാൻ എന്താ താമസം എന്ന് അപ്പച്ചി അന്വേഷിക്കുമ്പോൾ പാട്ട് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു എന്ന് അരുന്ധതി പറയുന്നുണ്ട്. അന്നേരം ശബ്ദം പുറത്ത് കേൾക്കാതെയാണോ പാട്ട് പഠിപ്പിക്കുന്നതൊക്കെ അപ്പച്ചി തിരക്കുന്നുണ്ട്. തുടർന്ന് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് വച്ച ശേഷം നിങ്ങൾക്ക് രണ്ടാൾക്കുമുള്ള ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഇല്ലേന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഉണ്ടെന്നൊക്കെ ഒരുവിധം പേടിയോടെ പറഞ്ഞു ഒപ്പിക്കുകയാണ് ശ്യാമയെ കണ്ടുപിടിക്കുമെന്നുള്ളൊരു പേടിയിൽ അരുന്ധതി. തുടർന്ന് ബാത്റൂമൊക്കെ ക്ലീൻ ആണല്ലോ, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് വാതിൽ തുറക്കുന്നുണ്ട് ലക്ഷ്മിയപ്പച്ചി. അന്നേരം വേണ്ട, അതൊക്കെ ക്ലീനാണ് എന്നൊക്കെ അരുന്ധതി പറയുന്നുണ്ട്. തുടർന്ന് ലക്ഷ്മിയപ്പച്ചി ബാത്റൂമിൻ്റെ ഡോറ് തുറക്കുമ്പോഴേക്കും വിസ്മയ ചെന്ന് പറയുകയാണ്, അപ്പച്ചി ഞങ്ങൾക്ക് പ്രാക്ടീസ് തുടങ്ങാൻ സമയമായി, താമസിച്ചാൽ പ്രോഗ്രാം ശരിയാകില്ല എന്നൊക്കെ പറഞ്ഞ് അരുന്ധതിയോട് വാ അമ്മേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ബാത്റൂമിൻ്റെ അവിടെ നിന്നും അങ്ങ് റൂമിൻ്റെ സൈഡിലേക്ക് വരുന്നുണ്ട്. തുടർന്ന് ഞാൻ പോവുകയാണ്, ഇനി ഞാൻ ഇവിടെ നിന്നാൽ നിങ്ങളെ പ്രാക്ടീസ് മുടങ്ങില്ലേ, ഭക്ഷണമൊക്കെ ഇവിടെ വച്ചിട്ടുണ്ടെന്ന് ലക്ഷ്മിയപ്പച്ചി പറയുന്നു. ലക്ഷ്മിയപ്പച്ചി പോയ ശേഷം ഒരുപോലെ ആശ്വസിക്കുകയാണ് ശ്യാമയും അരുന്ധതിയും വിസ്മയും ഒക്കെ. തുടർന്ന് നല്ല വിശപ്പ് നമുക്ക് കഴിക്കാമെന്ന് വിസ്മയ പറയുന്നുണ്ട്. അന്നേരം ഞാൻ ഡ്രൈവറെ വിട്ട് പാഴ്സൽ വാങ്ങിപ്പിക്കാമെന്ന് കരുതിയതാണ്, ആ പൈസ ലാഭമായി എന്നും പറഞ്ഞ് അവർ ഭക്ഷണം കഴിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ സമയത്ത് ബാത്റൂമിലിരിക്കുന്ന ശ്യാമ ചിന്തിക്കുന്നുണ്ട്, ആ മുത്തശ്ശി പോയല്ലോ, പിന്നെന്താ ഡോറ് തുറക്കാത്തതെന്ന്.
തുടർന്ന് അരുന്ധതിയും വിസ്മയും കൂടി ആ ഭക്ഷണം മുഴുവൻ കഴിക്കുകയാണ്. ഇതേസമയം ഡോർ മുട്ടുകയാണ് ശ്യാമ വാതിൽ തുറക്കാനായിട്ട്. അന്നേരം വിസ്മയ പറയുകയാണ്, ഞാൻ വെളിയിൽ നിന്ന് ലോക്കാക്കിയെന്ന്. തുടർന്ന് അരുന്ധതി ഡോർ തുറന്നു കൊടുക്കാൻ വിസ്മയോട് പറയുന്നുണ്ട്. ഈ സമയത്ത് വാതിൽ തുറക്കുമ്പോൾ ശ്യാമയും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ശ്യാമ പറയുന്നുണ്ട്, ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു എന്ന്. അന്നേരം നീ വീട്ടിൽ നിന്നല്ലേ വന്നതെന്ന് അരുന്ധതി ചോദിക്കുകയാണ്. ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴാണ് മാഡം വിളിച്ചത്, അതുകൊണ്ടൊന്നും കഴിച്ചില്ല എന്ന് ശ്യാമ പറയുകയാണ്. ഈ രാത്രി ഇനി എവിടെ പോവാനാണ് ഭക്ഷണത്തിന്? ഒരു രാത്രി ഭക്ഷണം കഴിച്ചില്ല എന്ന് വെച്ച് ചത്തുപോകില്ല എന്നൊക്കെ വിസ്മയ പറയുകയാണ്. തുടർന്ന് അരുന്ധതി പറയുകയാണ്, നീ പെട്ടെന്ന് വന്നേ, വിസ്മയ്ക്ക് പുതിയ പാട്ട് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ. അന്നേരം ആകെ വിശക്കുകയാണ് ശ്യാമയ്ക്ക്. തുടർന്ന് വിസ്മയെ പാട്ട് പഠിപ്പിക്കുകയാണ് ശ്യാമ. അന്നേരം മുഖത്ത് നന്നായിട്ട് ചലനങ്ങൾ വേണം എന്നൊക്കെ അരുന്ധതി പറയുന്നുണ്ട്. അതേസമയം ഈ പാട്ട് കേൾക്കുന്ന അഖിൽ പാട്ട് ശ്രദ്ധിച്ചുകൊണ്ട് അരുന്ധതിയുടെയും വിസ്മയുടെയുമൊക്കെ റൂമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം അടിച്ച് ഫിറ്റായ മൈക്കിൾ പറയുന്നുണ്ട്, അങ്ങോട്ട് പോവല്ലേ, യക്ഷിയാണ്, അവർ പാട്ടൊക്കെ പാടി മയക്കുമെന്ന്. അതൊന്നും ശ്രദ്ധിക്കാതെ അവരുടെ റൂമിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അഖിൽ. തുടർന്ന് ആടി അഖിലിൻ്റെ പിറകെ പോകുന്ന മൈക്കിൾ സ്റ്റെപ്പ് അങ്ങോട്ട് കയറുമ്പോഴേക്കും താഴേക്ക് തെന്നി വീഴുകയാണ്. അന്നേരം അഖിൽ തൻ്റെ കയ്യിലിരുന്ന പ്ലേറ്റ് ആ വിസ്മയും അരുന്ധതിയും ഒക്കെയുള്ള ആ റൂമിൻ്റെ ജനലിലേക്ക് വയ്ക്കുന്നുണ്ട്. ആ ശബ്ദം അവർ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. മൈക്കിൾ വീഴുമ്പോൾ അയ്യോ എന്ന് നിലവിളിക്കുന്നത്. തുടർന്ന് എന്താ മൈക്കിളേ എന്നും പറഞ്ഞ് അഖിൽ മൈക്കിളിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. മൈക്കിളിൻ്റെ ശബ്ദം കേട്ട് പെട്ടെന്ന് ശ്യാമയെ ഒളിപ്പിക്കുകയാണ് വിസ്മയ. എന്നിട്ട് അരുന്ധതി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ, അഖിൽ മോനോ എന്നും പറഞ്ഞ് അവരോട് സംസാരിക്കുകയാണ് അരുന്ധതി. അന്നേരം വിസ്മയുടെ പാട്ട് കേട്ട് വന്നതാണെന്ന് അഖിൽ പറയുന്നുണ്ട്. തുടർന്ന് നാളെ പുതിയ പാട്ട് വേണമെന്നല്ലേ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു എന്ന് അരുന്ധതി പറയുകയാണ്. ഈ സമയത്തെങ്കിൽ പ്രാക്ടീസ് ഞങ്ങൾക്കും കാണണമെന്ന് ആകെ ആടിയുലഞ്ഞ് സംസാരിക്കുന്നുണ്ട് മൈക്കിള്. അന്നേരം പെട്ടെന്ന് ശ്യാമയെ അകത്താക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് വിസ്മയ. ഞങ്ങൾ കിടക്കാൻ തുടങ്ങുകയായിരുന്നു എന്ന് അരുന്ധതി പറയുകയാണ് അഖിലിനോട്, അവരെ ഒഴിവാക്കി വിടാൻ വേണ്ടി. അയ്യോ എങ്കിൽ ഞങ്ങൾ പോണു, വേറെ ആവശ്യങ്ങളൊന്നുമില്ലല്ലോ എന്ന് അഖിൽ പറയുകയാണ്. എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കണം എന്നൊക്കെ മൈക്കിള് അങ്ങ് പറയുന്നുണ്ട്. അഖിലിന് വിസ്മയുടെ പാട്ട് ഭയങ്കര നല്ല ജീവനാണ്, വളരെ ഇഷ്ടമാണ് എന്നൊക്കെ മൈക്കിൾ പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് കർട്ടൻ്റെ പിറകിൽ ഒളിഞ്ഞു നിന്ന് സന്തോഷിക്കുകയാണ് ശ്യാമ. തുടർന്ന് മൈക്കിളിനെയും പിടിച്ചുകൊണ്ട് അഖിലങ്ങ് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അഖിലും മൈക്കിളും പോയ ശേഷം പെട്ടെന്ന് അകത്ത് കയറി കഥ കടക്കുകയാണ് വിസ്മയും അരുന്ധതിയും. അതേസമയം അഖിൽ കഴിച്ചുകൊണ്ടിരുന്ന ആ പ്ലേറ്റ് ജനലിൽ വെച്ചിട്ട് തന്നെയാണ് പോയത്, അത് തിരികെ കൊണ്ടുപോയില്ല. അതേസമയം അവിടെ വീടിനകത്ത് വസുന്ധരയും ആനന്ദവർമ്മയും ലക്ഷ്മിയപ്പച്ചിയും അമൃതയും എല്ലാവരും കൂടെ ചേർന്ന് കല്യാണത്തിൻ്റെ ആഭരണ പൂജയുടെ ചടങ്ങിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. തുടർന്ന് വസുന്ധര പറയുന്നുണ്ട്, നമ്മൾ ഈ സംസാരിക്കുന്നതിനെക്കുറിച്ച് അഖിൽ അറിയണ്ട, നാളെ ഒരാളെ കൂടി വിളിക്കുന്നുണ്ട്, നക്ഷത്രത്തെ കൂടി ഈ ചടങ്ങിന് വിളിക്കണമെന്ന്. അന്നേരം കല്യാണത്തിന് മുമ്പ് ഇങ്ങോട്ടത്തേക്ക് വിടുമോ എന്നൊക്കെ ലക്ഷ്മി അപ്പച്ചി ചോദിക്കുന്നുണ്ട്. പക്ഷെ നക്ഷത്രയെ വിളിക്കുന്നതിനോട് ഐശ്വര്യയ്ക്ക് തീരെ താല്പര്യമില്ല. അതേസമയം ആനന്ദവർമ്മ ചോദിക്കുന്നുണ്ട്, നക്ഷത്ര വരുന്നതിൽ എന്താണ് കുഴപ്പമുള്ളതെന്ന്. അന്നേരം ഐശ്വര്യ പറയുകയാണ്, കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ചെക്കൻ്റെ വീട്ടിലേക്ക് വധു കയറി ഇറങ്ങുന്നത് ശരിയല്ലല്ലോ, നമുക്ക് ആ പഴയ രീതിയിലങ്ങ് ചടങ്ങൊക്കെ നടത്തിയാൽ പോരെന്ന് അതിന് സപ്പോർട്ട് ചെയ്ത് ആദ്യം സംസാരിക്കുന്നുണ്ട്. പക്ഷേ അമൃത നക്ഷത്ര വരുന്നതിന് സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അമൃതയ്ക്കും കല്യാണത്തിന് മുമ്പ് ആദ്യേട്ടൻ്റെ വീട്ടുകാരെക്കുറിച്ച് അറിയണമെന്നും ഇങ്ങോട്ട് വരണമെന്നൊക്കെ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ വീട്ടുകാരൊക്കെ എതിർത്തത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ മാറിയില്ലേ, അപ്പോൾ നക്ഷത്ര വന്നോട്ടെ എന്നാണ് ഐശ്വര്യ അമൃത പറയുന്നത്. എല്ലാവരുടെയും അഭിപ്രായമൊക്കെ കേട്ട ശേഷം വസുന്ധര പറയുന്നുണ്ട്, നാളെ നക്ഷത്രയെ ഇവിടെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായമെന്ന്. അന്നേരം ലക്ഷ്മിയപ്പച്ചി പറയുന്നുണ്ട്, ആദ്യം ആ കുട്ടിയെ ഇവിടേക്ക് വിടുമോ എന്നൊന്ന് തിരക്ക്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന്. ഇതേസമയം ശ്യാമ റൂമിൽ നിന്ന് പുറത്തിറങ്ങി അരുന്ധതിയോട് നന്നായിട്ട് ദാഹിക്കുന്നെന്ന് പറയുകയാണ്. അന്നേരം ഇവിടെ ചൂടുവെള്ളമൊന്നുമില്ല, തണുത്ത വെള്ളം കുടിച്ചാൽ നാളെ പാടാൻ പറ്റില്ല എന്ന് വിസ്മയ പറയുന്നുണ്ട്. അന്നേരം ഇവിടെ ആഹാരമോ ഭക്ഷണമോ ഒന്നുമില്ല, നീ മര്യാദയ്ക്ക് മുറിയിൽ പോയി കിടന്ന് ഉറങ്ങുമെന്ന് അരുന്ധതി പറയുകയാണ്. അന്നേരം വിശപ്പ് കാരണം ഉറങ്ങാൻ പറ്റില്ല എന്ന് ശ്യാമ പറയുകയാണ്. നിന്റെ വേഷം കെട്ടലൊന്നും എൻ്റെ അടുത്ത് വേണ്ട, പെട്ടെന്ന് അകത്ത് പോയി കിടന്ന് ഉറങ്ങുമെന്ന് അരുന്ധതി ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുകയാണ് ശ്യാമയോട്. എന്നിട്ട് പറയുന്നുണ്ട്, നാളെ നിനക്ക് ധരിക്കാനുള്ള പ്രത്യേക വേഷം രാവിലെ എവിടെ എത്തും, തട്ടവും പർദ്ദയും എല്ലാം കൂടി ചേർന്നതാണ്, മുഖം നന്നായിട്ട് മറയ്ക്കണം, ഒരു കണ്ണട കൂടി വച്ചേക്കണമെന്ന് അരുന്ധതി പറയുകയാണ്. ഈ സമയത്ത് വസുന്ധര അരുന്ധതിയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം വിസ്മയോട് ശ്യാമയെ മുറിയിലാക്കി കഥ അടയ്ക്കാനായിട്ട് അരുന്ധതി പറയുന്നുണ്ട്. തുടർന്ന് വസുന്ധര ഫോൺ ചെയ്ത അരുന്ധതിയോട് നാളെ നടക്കുന്ന ചടങ്ങിൽ നക്ഷത്രയും വരുന്നു എന്ന് അറിയിക്കുകയാണ്. അന്നേരം കല്യാണത്തിന് മുമ്പ് വരൻ്റെ വീട്ടിലേക്ക് വധു വരുന്നത് മോശമല്ലേ എന്ന് അരുന്ധതി തിരക്കുകയാണ്. അതൊക്കെ പഴയ കാലത്തല്ലേ, ഇപ്പോൾ എല്ലാവരും മോഡേൺ ആയില്ലേ, അതിനൊന്നും സാരമില്ല എന്ന് വസുന്ധര പറയുകയാണ്.
നക്ഷത്രയുടെ പപ്പയോടും മമ്മിയോടും ഞാൻ സംസാരിച്ചു. നക്ഷത്ര വരാമെന്ന് അവർ സമ്മതിച്ചു എന്നും വസുന്ധര പറയുകയാണ്. തുടർന്ന് അരുന്ധതി വസുന്ധരയുടെ പക്ഷം ചേർന്നങ്ങ് സംസാരിക്കുകയാണ്. നക്ഷത്രമോള് വരുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്ന് അരുന്ധതി പറയുകയാണ്. എങ്കിൽ പിന്നെ നാളത്തെ പ്രോഗ്രാം നമുക്ക് ഗംഭീരമാക്കണം എന്നൊക്കെ വസുന്ധരയും അരുന്ധതിയും തമ്മിൽ സംസാരിക്കുന്നു. തുടർന്ന് ഫോൺ വെച്ച ശേഷം അരുന്ധതിയും വിസ്മയയും കൂടി എങ്ങനെ കല്യാണം മുടക്കാം എന്നതിനെപ്പറ്റി ഓർക്കുകയാണ്. അഖിലിന് നിനക്കോട് ചെറിയൊരു ഇഷ്ടമുണ്ട്, ഈ കല്യാണം നമുക്ക് എങ്ങനെയും മുടക്കാം, എന്നിട്ട് നമുക്കൊരു പ്രപ്പോസൽ വയ്ക്കാമെന്ന് അരുന്ധതി വിസ്മയോട് പറയുകയാണ്. പക്ഷെ എങ്ങനെ കല്യാണം മുടക്കുമെന്ന് വിസ്മയ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നാളെ ഈ വീട്ടിലേക്ക് നക്ഷത്ര വരുമ്പോൾ അവൾ അബ്നോർമലായി പെരുമാറിയാൽ അവൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് എല്ലാവരും ധരിക്കില്ലേ, അതിനൊരു പ്ലാൻ നമുക്ക് തയ്യാറാക്കാമെന്ന് അരുന്ധതി പറയുകയാണ്. ഇതേസമയം റൂമിനകത്ത് ആകെ വിശപ്പും ദാഹവും ഒക്കെ ആയിരിക്കുന്ന ശ്യാമ ജനലടയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അഖിൽ കഴിച്ചുകൊണ്ടിരുന്ന ആ ഫ്രൂട്ട്സ് അടങ്ങിയ പ്ലേറ്റ് അവിടെ വെച്ചത് കാണുകയാണ്. അതുകണ്ട് ആകെ സന്തോഷിക്കുന്നു ശ്യാമ. എൻ്റെ കൃഷ്ണ, നീ ഇതെനിക്കായി ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തയച്ചതാണോ എന്ന് പ്രാർത്ഥിച്ചിട്ട് അത് കഴിക്കുകയാണ് ശ്യാമ. ഇതിവിടെ കൊണ്ടുവച്ചിട്ട് പോയ ആളാരായാലും എൻ്റെ മനസ്സ് നന്നായിട്ട് അറിയുന്ന ആളാണെന്ന് മാലയിലെ ലോക്കറ്റ് പിടിച്ച് ശ്യാമ പറയുന്നുണ്ട്. തുടർന്ന് ശ്യാമ അത് കഴിക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഓക്കെ, താങ്ക്